കാത്തിരുന്ന് അങ്ങനെ സാധനം കയ്യിൽ കിട്ടിയിട്ടോ. കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ആക്രാന്തമായിരുന്നു അത് തുറന്നൊക്കാൻ. അതുകൊണ്ടാണ് കത്തി വെച്ചൊക്കെ മുറിക്കണത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു കുക്കറാണ് കേട്ടോ. അപ്പോൾ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ എത്ര ക്വാളിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. 1456 രൂപയ്ക്കാണ് കേട്ടോ മേടിച്ചത്. 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ അത് എത്ര തോളം ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഓപ്പൺ ചെയ്ത് തുറന്നത്. പെട്ടിയും പാക്കിങ്ങും ഒക്കെ നല്ല നീറ്റായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള ഒരു എന്താ പറയുക എന്നുള്ള ഒരു ത്വര, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ത്വരക്കൊണ്ട് ഞാനതിങ്ങനെ വലിച്ചെടുക്കായിരുന്നു. പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്ര ടൈറ്റിലായിരുന്നു അവൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മീഷോന്നായതുകൊണ്ട് തന്നെ സാധനം എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. സ്റ്റീലായതുകൊണ്ടാണ് കേട്ടോ. സ്റ്റീല് 1456 രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ കിട്ടിയില്ലേ. എല്ലാ സൈറ്റുകളിലും കൂടുതലാണ്. 5 ലിറ്ററിന് ഒരു 2000 രൂപ 3000 രൂപ റേറ്റൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് 1456 രൂപയ്ക്ക് 5 ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ കുക്കർ കിട്ടുകയെന്ന് പറഞ്ഞാൽ ലാഭമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. കുറേ നാളായി 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫൈനലി അത് വാങ്ങി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, അതായത് ഒറിജിനൽ കുക്കർ തന്നെയാണോ, സ്റ്റീൽ തന്നെയാണോ, സ്റ്റീലാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല പാക്കിങ്ങും ഒക്കെ ആയിരുന്നു. ഉള്ളിൽ കാണിച്ചു തരാം കണ്ടോ. അത്യാവശ്യം നല്ല പാക്കിങ്ങിലാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. ചളുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് തന്നെ മുകളിലുള്ളത് ഒരു മൂടിയാണ്. അതിൻ്റെ താഴത്ത് ബോട്ടം ഉണ്ടായിരുന്നു. ബോട്ടത്തിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 5 ലിറ്ററിൻ്റെ കുക്കറാണ്. മൂടി ബോട്ടത്തിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. മറ്റേ അലുമിനിയം ആണെന്ന് വെച്ചാൽ നമ്മൾ കുറേ പണിയെടുക്കേണ്ടി വരും. സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ലതായിരുന്നു. ഞാനിത് യൂസ് ചെയ്തായിരുന്നു കേട്ടോ. യൂസ് ചെയ്തപ്പം എനിക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മൂടി ഉണ്ടല്ലോ, മൂടി നമ്മളിതിൽ കാണുന്ന അത്ര ഭംഗി മാത്രമേ ഉള്ളൂ. മൂടിക്ക് ഇത്തിരി കനം കുറവാണ്. എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ചോറാണ് ഞാൻ വേവിക്കണതിൽ. അപ്പോൾ ചോറിട്ട് നമ്മൾ തിളച്ച് വിസൽ വരുമ്പോൾ എന്ത് ചെയ്യും, ആ മുകളിലത്തെ ആ വിസലിരിക്കുന്ന ആ റൗണ്ട്, ആ സർക്കിൾ ഭാഗം കനം കുറവാണ്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ പൊന്തി വരും. ടപ്പേ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടും വരും. അത് അത്യാവശ്യം നല്ല കനം കുറവായതുകൊണ്ട് അതിൻ്റെ തിണ്ട് ഭാഗം ലോക്കിംഗ് ഭാഗമൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. ബോട്ടവും നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ ആ മൂടിയുടെ ആ വിസലിരിക്കുന്ന വശം മാത്രം ഇത്തിരി കനം കുറവാണ്. അപ്പോൾ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ, ഈ സൗണ്ട് വരും. ടപ്പോ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് വരും. വിസിൽ വരുമ്പം അതിങ്ങനെ പൊള്ളച്ച് നിൽക്കും. പൊട്ടിയൊന്നും തെറിക്കില്ല എന്ന് വിചാരിക്കണു. ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഉപയോഗിച്ചു. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ വിസിൽ പോയി കഴിഞ്ഞാൽ അത് ടപ്പ് എന്ന് പറഞ്ഞ സൗണ്ടിൽ തന്നെ അത് താഴും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രശ്നമുള്ളത് മൂടിക്ക്. അല്ലാണ്ട് ടോട്ടലി വേറെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ പറ്റും. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്ന് വെച്ചാൽ ഞാൻ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്യാൻ, വേണമെങ്കിൽ കയറി വാങ്ങിക്കോളൂ കേട്ടോ. സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് മാത്രം വാങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ ഉപയോഗിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, മൂടിക്ക് ഇച്ചിരി കനം കുറവാണെന്ന് മാത്രം. മുകൾ വശത്ത് മാത്രം കേട്ടോ. ബാക്കിയൊക്കെ ടോട്ടലി ഗുഡാണ്, ഓക്കെയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കയറി വാങ്ങാം.